ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷനെ പറ്റി പറയുമ്പോൾ മിക്ക സ്ത്രീകളും സർജറിയെ ഭയപ്പെടുന്നില്ല. അതിനു ചുറ്റിനും കുറേ തെറ്റിദ്ധാരണകളും മിത്സും ഉണ്ട്. അതിനെയാണ് ഭയപ്പെടുന്നത്. നമുക്കിന്ന് ഇങ്ങനത്തെ 5 മിത്തുകളെ ഡിബങ്ക് ചെയ്യാം. ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ പ്യൂർലി കോസ്മെറ്റിക് ആണ്. തീർച്ചയായും ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ഒരു കോസ്മെറ്റിക് സർജറി അല്ല. ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ഒരു റെസ്റ്റോറേറ്റീവ് പ്രൊസീജിയർ ആണ്. നമുക്ക് സ്ത്രീകൾക്ക് ക്യാൻസർ വഴി എടുത്തു മാറ്റിയ ബ്രസ്റ്റ് ടിഷ്യൂസിനെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതുവഴി അവർക്ക് അവരുടെ കോൺഫിഡൻസ്, അവരുടെ സിമെട്രി, ഒരു സെൻസ് ഓഫ് ഹോൾനെസ് തിരിച്ചു കൊടുക്കുന്നതാണ്. ഇത് മാത്രമല്ല, മിക്ക ഇൻഷുറൻസ് കമ്പനീസും ഒരു ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷനെ കവറും ചെയ്യാറുണ്ട്, കോസ്മെറ്റിക് അല്ലാത്തത് കാരണം. ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റ് വെക്കുന്നതാണ്. ഇംപ്ലാന്റ്സ് എന്തായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ. പക്ഷെ ഇത് മാത്രമല്ല ഓപ്ഷൻ. ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ പേഷ്യൻസിന്റെ സ്വന്തം ടിഷ്യൂസ് വെച്ചിട്ട് ഓട്ടോലോഗസ് ഫ്ലാപ്സ്, ഡയറ്റ് ഫ്ലാപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വയറ്റിൽ നിന്നോ തൈസിൽ നിന്നൊക്കെ ഫ്ലാപ്പ് എടുത്തിട്ട് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാനും പറ്റും. ഇതുവഴി നമുക്കൊരു മോർ നാച്ചുറൽ ലുക്കും ഒരു സോഫ്റ്റ് ഫീലിംഗ് ആൻഡ് ബാലൻസ് പ്രൊപ്പോർഷണറ്റ് ലുക്ക് കൊടുക്കാൻ സാധിക്കും. ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ മാസ്റ്റക്ടമി സർജറിയുടെ കൂടെ ഒപ്പം തന്നെ ചെയ്യണം. ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ 2 രീതിയിൽ ചെയ്യാം: ഇമ്മീഡിയറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡിലേഡ് റീകൺസ്ട്രക്ഷൻ. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ മാസ്റ്റക്ടമി സർജറി, ബ്രസ്റ്റ് ക്യാൻസർ സർജറിയുടെ ഒപ്പം തന്നെ ഒരുമിച്ച് തന്നെ ചെയ്യുന്ന സർജറിയാണ്. പക്ഷെ ഇത് മാത്രമല്ല, ഡിലേഡ് ആയിട്ടും നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടും നമുക്കിത് ചെയ്യാം. ബ്രസ്റ്റ് ക്യാൻസർ റീകൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ ബ്രസ്റ്റിലെ സെൻസേഷൻ മൊത്തത്തിൽ പോകും. ബ്രസ്റ്റ് ക്യാൻസർ സർജറി കഴിഞ്ഞാൽ സെൻസേഷൻ ആദ്യം ഡെഫിനറ്റ്ലി ഇച്ചിരി കുറവായിരിക്കും. പക്ഷേ മോഡേൺ സർജിക്കൽ ടെക്നീക്സ് വഴി ഈ സെൻസേഷൻ നമുക്ക് തിരിച്ചെടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി ഡിലേഡ് ആയിട്ടേ വരുള്ളൂ. റീകൺസ്ട്രക്ഷൻ എപ്പോഴും ഒരു ഫേക്ക് ലുക്കാണ്. ഇതെന്തായാലും അല്ല. നല്ലോണം പ്ലാൻ ചെയ്ത് പേഷ്യന്റിന്റെ സ്വന്തം ബോഡി പ്രൊപ്പോർഷൻസ് ഒക്കെ അളവിലെടുത്തിട്ട് സർജറി ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു സോഫ്റ്റ്, ബാലൻസ്ഡ് ആൻഡ് പ്രൊപ്പോർഷണറ്റ് ലുക്ക് വിച്ച് ഇസ് വെരി നാച്ചുറൽ ലുക്കിംഗ് എന്തായാലും കൊടുക്കാനായിട്ട് സാധിക്കും. ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ഒരു പുതിയ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നതല്ല. ക്യാൻസർ സർജറി വഴി എടുത്തു മാറ്റിയ ഒരു ഓർഗനെ നമ്മൾ തിരിച്ചു വെക്കുന്ന ശസ്ത്രക്രിയയാണ്. ആൻഡ് ഇതുവഴി പേഷ്യൻസിന്റെ കോൺഫിഡൻസ്, ഡിഗ്നിറ്റി ആൻഡ് ഒരു ഹോൾനെസ് ഓഫ് ട്രീറ്റ്മെന്റ് കിട്ടുന്നതാണ്.